ഈ സതീഷ് ഒരു മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു. നിലവിൽ അറിയാൻ കഴിയുന്നത് ഈ ജാമ്യം കിട്ടിയതിന്റെ പ്രകാരമാണ് സതീഷ് നാട്ടിലെത്തിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അതൊരു അനൗദ്യോഗിക വിവരമാണ്. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ വലിയതുറ പോലീസാണ് ഇദ്ദേഹത്തെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഈ ലുക്കൌട്ട് നോട്ടീസ് പ്രകാരം പ്രതി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെ ഇമിഗ്രേഷൻ വിഭാഗം ഇദ്ദേഹത്തെ തടഞ്ഞു വെക്കുകയായിരുന്നു. തുടർന്നാണ് വലിയതുറ പോലീസിനെ വിവരം അറിയിച്ചത്. ഇനി 11 മണിയോടുകൂടി പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് വന്ന് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കും എന്നുള്ള വിവരമാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ വിവൻചിക്കയുടെ മരണത്തിന് പിന്നാലെ കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിപ്പിക്കുന്ന ഒരു മരണമായിരുന്നു അതുല്യ ശേഖറിൻ്റെത്. കാരണം ഷാർജയിൽ നിരവധി തവണ ഈ കുട്ടിയെ ക്രൂരമായിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും പ്രതി പീഡിപ്പിച്ചു വരികയായിരുന്നു. മദ്യപിച്ച് കഴിയുമ്പോൾ ശാരീരികമായിട്ട് ഏറ്റവും കൂടുതൽ ടോർച്ചർ ചെയ്ത് വരികയായിരുന്നു എന്നുള്ളത് തന്നെ അത്തരത്തിലുള്ള വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ അതുല്യയുടേത് പുറത്തു വന്നിരുന്നു. സുഹൃത്തുക്കളോടായിരുന്നു പ്രധാനമായും ഇത്തരത്തിലുള്ള വേദനകളൊക്കെ അതുല്യ പങ്കുവച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിടികൂടാനുള്ള ശ്രമം പോലീസ് നടത്തി വന്നിരുന്നെങ്കിലും അതിന് കഴിഞ്ഞിരുന്നില്ല. പിന്നാലെ ഈ കേസ് ചവറ തെക്കുംഭാഗം പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് രാജ്യത്തിലെ വിമാനത്താവളങ്ങളിലേക്ക് ഈ പ്രതിയെ ഉടൻ തന്നെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് ലുക്കൌട്ട് നോട്ടീസ് നൽകിയത്.